തുടച്ച് കളയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് പാക്കും കൂടി ചുണ്ട് നല്ല കണ്ട ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, അത്യാവശ്യം ഒരു എണ്ണമയൊക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കുക മാത്രമല്ല, മുഖത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം കുറയും, പിന്നെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണല്ലോ ബീട്രൂട്ട് അല്ലേ. ബീട്രൂട്ടിന് ജ്യൂസ് കുടിക്കണം, നല്ലതാണ്. ബീട്രൂട്ട് നമ്മുടെ ചുണ്ടത്ത് തേക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലെ കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ബീട്രൂട്ട് ജ്യൂസ് വെച്ചുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കോൺഫ്ലവർ ആവശ്യമുണ്ട് കേട്ടോ. കോൺഫ്ലവർ വെച്ചുള്ള ഫേസ് പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കും കേട്ടോ. അപ്പോൾ ടാനൊക്കെ പിടിച്ചിരിക്കുന്ന മുഖത്ത് ഈ ഒരു പാക്ക് തേക്കുകയാണെങ്കിൽ നല്ല നിറം വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഈ പാത്രത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാവേ. അപ്പോൾ അത് ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് നല്ലതാട്ടോ, നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്, ചുണ്ടിലെ കറുപ്പ് കുറയാൻ നല്ലതാണ്. പിന്നെ ഈ ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുന്ന മുടി വളരെയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാണ്. ഞാൻ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പാല്, ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണേ. കഴുത്തിലും മുഖത്തും മാത്രമല്ല, നമ്മുടെ കൈകളിലൊക്കെ ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കളർ നോക്കിക്കേ, ലൈറ്റ് കളറായിട്ടുണ്ട് അല്ലേ. ബീട്രൂട്ടിൻ്റെ ആ ഒരു കടും കളറൊക്കെ മാറി ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്, നല്ലൊരു റോസ് കളർ. ഇതിലോട്ട് കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് നല്ലവണ്ണം കട്ടയൊക്കെ മാറ്റിയിട്ട് വരാവേ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ പാല് ചേർത്തായിരുന്നു, ബീട്രൂട്ട് ജ്യൂസ് ചേർത്തില്ല, പാല് മാത്രം ചേർത്തുള്ള നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെള്ളം പോലെ വേണം തേച്ച് കൊടുക്കാൻ. ഒരുപാട് കട്ടിയാവുണ്ടല്ലോ, നമുക്ക് തേച്ച് അങ്ങ് പിടിപ്പിക്കാൻ പറ്റില്ല കേട്ടോ മുഖത്ത്. തേക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം തേക്കാൻ. നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ തേക്കാം കേട്ടോ, കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. ഇത് ഞാൻ മിനിങ്ങാന്ന് ക്ലീനപ്പ് ചെയ്തില്ലായിരുന്നു മുഖം, നല്ല ക്ലിയർ ആയിട്ടോ, മുക്കിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറി സ്കിന്നൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു പാക്ക് ഇടുന്നത്. കോൺഫ്ലവർ അധികം ആൾക്കാർക്കൊന്നും അലർജി ഉണ്ടാവില്ല കേട്ടോ, അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തേക്കാവുന്നതാണ്. നെറ്റിയിലും കവിളത്തൊക്കെ തേച്ചിട്ടുണ്ട്. ഞാൻ കഴുത്ത് തേക്കുന്നില്ല കേട്ടോ. കഴുത്ത് തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവുന്നതുകൊണ്ട് കഴുത്ത് തേക്കുന്നില്ല, ഇരിക്കാൻ നേരത്ത് തേക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിതാ മുഖത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ, ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഡ്രസ്സിലൊക്കെ.
ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് കാണാം. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ 2 തവണ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പോട്ടെ പൊട്ടുപോയി. ഇതൊന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി എടുത്ത് തേച്ച് കൊടുക്കണേ. ഇനി ഡ്രൈ ആവട്ടെ. ഡ്രൈ ആവുമ്പോൾ നമുക്ക് കഴുകി കളയാം കേട്ടോ. ഒരു 15-20 മിനിറ്റ് അതിനുമ്പോൾ തന്നെ ഡ്രൈ ആയിക്കോളും. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഡ്രൈ ആവും കേട്ടോ. അത് നമുക്ക് കഴുകി കളയാവേ. കഴുകി കളഞ്ഞ ശേഷം നമുക്ക് കാണാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം അത്യാവശ്യം ഡ്രൈ ആവേ. അന്നേരം ഇതുപോലെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കാതെ ഇരിക്കണത് ഈ പാക്കൊക്കെ തേച്ചപ്പോഴത്തേക്കും മുഖം അത്യാവശ്യം നല്ല ഇങ്ങനെ ഡ്രൈ ആയി നല്ല എന്താ പറയുക ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ സംസാരിക്കാതെ ഇരിക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചൊന്ന് മാറ്റിയാൽ മതി. തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. മുഖം അത്യാവശ്യം നല്ലൊരു നിറം വന്നിട്ടുണ്ട് കേട്ടോ. ഇരുണ്ട നിറക്കാർക്കൊക്കെ ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു നിറമൊക്കെ കിട്ടുവേ. അപ്പോൾ നല്ല വൃത്തിയായി തുടച്ച് മാറ്റട്ടെ കേട്ടോ. തുടച്ച് കളയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് പാക്കും കൂടിയാണിത്. സ്കിൻ നല്ല ബ്രൈറ്റ് ആവും. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടൈറ്റ് ആവും കേട്ടോ നമ്മുടെ മുഖമൊക്കെ. നല്ലോണം കഴുകിയിട്ടൊന്ന് വേഗം വരാവേ. ശരിക്കൊന്നും കഴുകാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലവണ്ണം കഴുകിയിട്ട് വരാം. ശരിക്കും ഈ ഫേസ് പാക്ക് കഴുത്ത് തേച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടം വരെ നമ്മൾ തേച്ചുള്ളൂ മുഖത്ത്. പക്ഷേ ഇവിടെ നിന്ന് ഒലിച്ചങ്ങ് വന്നായിരുന്നേ. അപ്പോൾ എൻ്റെ ഈ കഴുത്തിന് ഇവിടെ വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖത്തിങ്ങനെ ഒലിച്ച് ഇവിടം വരെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കഴുകിയപ്പോൾ നോക്കിക്കേ ആ വ്യത്യാസം നോക്കിക്കേ. കഴുത്തിന് ഇവിടെ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഇവിടെ കണ്ട് ഇരുണ്ട കളറായിട്ടുണ്ട്. അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നല്ലൊരു ഫേസ് പാക്ക് ആണെന്നത്. അപ്പോൾ മുഖത്ത് കണ്ടല്ലോ, മുഖം ഓൾറെഡി എൻ്റെ ഇച്ചിരി നിറമുണ്ട്, കഴുത്ത് മാത്രം എനിക്ക് ഇരുണ്ട കളറായിട്ടുള്ളൂ. അപ്പം നോക്കിയേ കഴുത്തിൻ്റെ ഇവിടം വരെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ കഴുകിയപ്പം. അപ്പം ഇവിടെ നല്ല അത്യാവശ്യം നിറമായിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇരുണ്ട കളറായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു സംഭവം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാവേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയ ലിപ് ബാമാണ് കേട്ടോ. ബീട്രൂട്ട് ലിപ് ബാമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചുണ്ട് നല്ല ചുമപ്പായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഫേസ് പാക്കൊക്കെ തേച്ച് മുഖം നല്ല വൃത്തിയായി കഴുകിയപ്പം എൻ്റെ ലിപ് ബാമൊക്കെ അത്യാവശ്യം എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. ചുണ്ടൊക്കെ ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് കളറായിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഒന്നും കൂടെ ഈ ലിപ് ബാം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വെരി ഈസിയാണ്. ജസ്റ്റ് തൊട്ടുള്ളേ. നമ്മുടെ ചുണ്ടിന് ചുറ്റുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ്. നമുക്കിത് ഡെയിലി നമുക്ക് 2, 3, 4, 5 തവണയൊക്കെ നമ്മുടെ ചുണ്ടത്തങ്ങ് ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ചുണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം ഈ ലിപ് ബാമൊക്കെ ഒരുപാട് നാളെ തീർന്നിട്ട് പിന്നെ പനിയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാറില്ലായിരുന്നേ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ പിള്ളേരൊക്കെ തേക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ചെറിയൊരു ഡ്രോപ്പ് മതി കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ ചുണ്ടത്ത് കളർ ഉണ്ടാവേ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ ഞാൻ ബട്ടർ കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ ചുണ്ട് നല്ല തിളക്കത്തോടെ ഇരിക്കും കേട്ടോ. ഒരുപാട് അങ്ങ് ഡ്രൈ ആവത്തില്ല. ഞാൻ ബട്ടർ ആണ് ചേർക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ബട്ടറിന് പകരം നെയ്യ് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ചുണ്ടത്ത് തേക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തേക്കുന്നത് ബട്ടറാണ്. ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ. അതായത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് എടുത്തു, ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കുറച്ച് വെള്ളം, ലേശം വെള്ളത്തിൽ, ഒരുപാടൊന്നും, ഒരു 1/4 ഗ്ലാസ് പോലും ഇല്ല കേട്ടോ, അത്രയൊന്നും ഇല്ല, കുറച്ച് 2-3 സ്പൂൺ വെള്ളം അത്രയൊക്കെ വെള്ളം എടുത്തോളൂ. എന്നിട്ട് മിക്സിയിലെ ജാറ് നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് പിഴിഞ്ഞെടുത്ത് ആ സംഭവമാണ് ഞാൻ പാത്രത്തിൽ വെച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് അങ്ങ് എടുത്തു കേട്ടോ. എന്നിട്ട് വെള്ളം ഇങ്ങനെ വറ്റി പോകാറാകുമ്പോഴത്തേക്കും തീ കുറച്ചങ്ങ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്താൽ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് സെറ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇതുപോലത്തെ ഒരു ലിപ് ബാമിൻ്റെ ഒരു ഡെപ്പി കിട്ടുമല്ലോ, അതിലോട്ട് അങ്ങ് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണേ. പുറത്ത് വയ്ക്കുമ്പം ഒന്നും കൂടെ അങ്ങ് ബട്ടറും കൂടിയാണല്ലോ, വെയിലും കൊണ്ടാകുമ്പോഴത്തെ ഒന്നുകൂടെ അത് ജ്യൂസായി പോവും, മെൽറ്റായി പോവും. അപ്പോൾ നമുക്കിത്
ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള സംഭവമില്ല അതിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചുണ്ടത്തങ്ങ തേച്ച് കെടുത്താൽ മതി. ചുണ്ട് നല്ല ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, അത്യാവശ്യം ഒരു എണ്ണമയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ചുണ്ടിലെ കറുപ്പ് കുറയാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മളിത് സ്ഥിരമായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലെ കറുപ്പൊക്കെ നല്ലവണ്ണം കുറയും. പിന്നെ ചുണ്ടിങ്ങനെ ഡ്രൈ ആയിട്ടിങ്ങനെ പൊട്ടത്തില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. നല്ലൊരു എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഒരു ലിപ് ബാമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ധാരാളം. പുറത്ത് പോകുന്നവർക്ക് ലിപ്സ്റ്റിക്കോ ലിപ് ബാം എന്തെങ്കിലും തേച്ചോട്ടെ. പക്ഷെ നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇത് തന്നെ മതി കേട്ടോ. വെറുതെ കാശ് മുടക്കി നമുക്ക് ലിപ് ബാം കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ചില ലിപ് ബാം ലിപ്സ്റ്റിക്കൊക്കെ നമ്മുടെ ചുണ്ട് തന്നെ കറുത്തു പോകാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് കറുത്തു പോകത്തില്ല, ധൈര്യമായിട്ട് നമുക്ക് തേക്കാവുന്നതാണ്. അത് മാത്രമല്ല കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവില്ല, എൻ്റെ പിള്ളേരൊക്കെ ഇതാട്ടോ തേച്ച് കൊടുക്കുക, അവർ ഇത് തന്നെ ആട്ടോ തേക്കാറ്. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, LKG UKG പഠിക്കുന്ന പിള്ളേർ, അപ്പോൾ നമ്മളൊക്കെ തേക്കുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല തേച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ 2 ദിവസമൊക്കെ കറണ്ടൊക്കെ പോയി കിടക്കുവാണെങ്കിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, ചീത്തയാവുമെന്ന് എനിക്കറിയത്തില്ല. അതൊന്നും ഇതുവരെ അങ്ങനെ ഈ സാധനം വെച്ചിട്ട് ഇതുവരെ കറണ്ട് പോക്ക് 2 ദിവസത്തൊന്നും ഒരുപാട് ദിവസം അങ്ങനെ നിന്നിട്ടൊന്നുമില്ല കേട്ടോ കറണ്ട് പോക്കോ, അവിടെ എനിക്കറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് തീരും കേട്ടോ. പിള്ളേർ എപ്പോഴും തന്നെ ആയിരിക്കും തേക്കാറ്. അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തതിൻ്റെ ജ്യൂസായിട്ട് ഇത് ഇത്രേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ കളറ് ഭയങ്കര കളർ തന്നെയൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാവേ. ജസ്റ്റും തൊട്ട് വിരലും ജസ്റ്റും തൊട്ടതേ ഉള്ളേ. ഇത് ഞാൻ പുറത്ത് കുറച്ച് നേരമായി എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. സെറ്റായി കിടക്കുമായിരുന്നു, നല്ല തണുത്ത് നല്ല സെറ്റായിട്ട് കിടക്കുമായിരുന്നു. അപ്പം പുറത്ത് നല്ല ചൂടും കൂടെയല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ആയതാണ്. കളർ കണ്ടില്ലേ, ചുമന്ന കളർ കേട്ടോ. ഇതാ നമ്മൾ ലിപ് ബാമിൻ്റെ ആ രീതി വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ, അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിപ് ബാം, നമ്മുടെ ഫേസ് പാക്ക്. ആദ്യം ഞാൻ ലിപ് ബാം ആട്ടോ തയ്യാറാക്കി വെച്ചത്. ലിപ് ബാം തയ്യാറാക്കി വെച്ചപ്പോൾ അത് പിള്ളേർ കുറച്ച് ദിവസമായി പറഞ്ഞു അമ്മ ലിപ് ബാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചതായിരുന്നേ. അങ്ങനെ ലിപ് ബാം ഉണ്ടാക്കി വെച്ചപ്പോഴേ നല്ലൊരു ഫേസ് പാക്ക് എൻ്റെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ, അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ബീട്രൂട്ട് ജ്യൂസ് വെച്ചുള്ള ഫേസ് പാക്ക് അങ്ങനെ ഉണ്ടാക്കി നിന്നിട്ട് ഞാൻ ബീട്രൂട്ട് ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഫേസ് പാക്കും റെഡിയായി, നമ്മുടെ ലിപ് ബാം റെഡിയായി. എൻ്റെ ഇടയ്ക്ക് കുറച്ച് തണുത്തോളം കുടിച്ചപ്പോഴത്തേക്കും വീണ്ടും തൊണ്ടയ്ക്കൊരു കരകരപ്പ്. നമ്മൾ എത്രയായാലും പഠിക്കില്ലല്ലോ അല്ലേ, തണുത്ത വെള്ളം വീണ്ടും കുടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്. ബൈ.